തിരുവചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വിശുദ്ധനായ പാതുവായിലെ അന്തോണീസ്, നമുക്കെല്ലാം സുപരിചിതനായ അന്തോണീസ് പുണ്യവാൻ പറഞ്ഞ ഒരു ചിന്തയാണ്, വാട്ട് വി ആർ ബിഫോർ ഗോഡ് വി ആർ നത്തിങ് മോർ. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുവൻ എന്താണോ അതാണ് അവൻ, അതിൽ കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് ഒരുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണോ അത് മാത്രമാണ് അവൻ, ഒന്നുമല്ല. ഇന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആകാൻ പരിശ്രമിച്ച് വല്ലാതെ തളർന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എന്താണോ ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ അതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയും വെളിച്ചവും അഭിഷേകമൊക്കെ തരുന്നത് കർത്താവിൻ്റെ വചനമാണ്. സങ്കീർത്തനങ്ങളിലെ ഒരു തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. 107 അധ്യായം, അവിടെ 14 വാക്യം പറയുന്നു, അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. ദൈവം അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. ഇന്ന് അന്ധകാരത്തിൻ്റെയും അല്ലെങ്കിൽ മരണത്തിൻ്റെയും ഒക്കെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ച് ഞെരുക്കുന്നുണ്ട്. ഒരു നിമിഷം നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലിൽ നിന്ന് നിൻ്റെ മക്കളെ വിമോചിപ്പിക്കുന്ന ദൈവം നീയാണല്ലോ. ഒന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനായിട്ട് തുറന്നു കൊടുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിമോചിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് ബന്ധനങ്ങൾ അവിടുന്ന് പൊട്ടിച്ചെറിഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്കും ഞങ്ങളുടെ ഭവനത്തിലേക്കും കർത്താവ് ഈ തിരുവചനം കടന്നു ചെല്ലുന്ന ഓരോ ഇടങ്ങളിലേക്കും ദൈവശക്തി അയക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ അന്ധകാരത്തെയും ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ദൈവമേ മഹത്വം. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എന്നേക്കും യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം കുറേ കൂടെ ആഴത്തിൽ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്, അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചൊരു വാക്യം വളരെയധികം ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെട്ടു. അതിങ്ങനെയാണ്, ക്ലോസ്നെസ്, കമ്പാഷൻ ആൻഡ് ടെൻഡർനെസ് ആർ ദ 3 ട്രേഡ് മാർക്ക് ഓഫ് ഗോഡ് ഓൾവേസ്. ദൈവത്തിൻ്റെ എല്ലായ്പ്പോഴുമുള്ള 3 ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. 1 ക്ലോസ്നെസ് ആണ്, എന്ന് പറഞ്ഞാൽ അടുപ്പം. 2 കമ്പാഷനാണ്, ആർദ്രതയാണ്. 3 ടെൻഡർനെസ്സാണ്, അലിവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ തൊടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. 42 സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം കർത്താവെ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ദാഹം ശമിപ്പിക്കാനായിട്ട് കഴിയുന്നത് തമ്പുരാന് മാത്രമാണ് എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പലതിൻ്റെയും പിറകെ പരക്കം പാഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് മുറിവും തകർച്ചകളും നേരിടുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കാം, എൻ്റെ ദൈവം അവിടുന്ന് എന്നോട് വളരെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ക്ലോസ്നെസ്, കമ്പാഷൻ ആൻഡ് ടെൻഡർനെസ് ആർ ദ 3 ട്രേഡ് മാർക്സ് ഓഫ് ഗോഡ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പങ്കുവച്ചു. കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. അമ്മ വളരെ തിരക്കിട്ട് ജോലിയും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഏറ്റവും താഴെയുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തീർച്ചയായും ദേഷ്യം വരാം. അങ്ങനെ കുഞ്ഞിനോട് വളരെ കോപത്തോടുകൂടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നിഷ്കളങ്കയായ മകള് അമ്മയുടെ അടുത്ത് പറഞ്ഞു, മമ്മി 1 മിനിറ്റ്. അപ്പോൾ മമ്മി ദേഷ്യമൊക്കെ നിർത്തുന്നത് എന്താ വെച്ചാൽ പറ എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, ക്യാൻ യു ഹഗ് മീ.
എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? കാരണം അവരുടെ വീട്ടിൽ അവർ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ചില നേരങ്ങളിൽ അവരുടെ നല്ല പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ ചെയ്താൽ അമ്മ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹഗ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. എന്തായാലും ഈ കൊച്ചു കുഞ്ഞ് വളരെ കോപിച്ച് അവളെ പഠിപ്പിക്കുന്ന അമ്മയോട് പറഞ്ഞു, മമ്മി ക്യാൻ യു ഹഗ് മീ? പെട്ടെന്ന് ഈ സുഹൃത്ത് പറയണ അന്തരീക്ഷമൊക്കെ മാറി. അതുവരെയും പഠിപ്പിക്കുന്നതിൻ്റെ വ്യഗ്രതയും തിരക്കും ഒരു ടീച്ചർക്കടുത്ത കോപമൊക്കെ ആയിരുന്നു. പക്ഷെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ അവരിലെ അമ്മ ഉണർന്നു. യെശയ്യാ പ്രവാചകൻ അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചത്. 49:15 പലർക്കും സുപരിചിതമായ വചനമാണ്. അവിടെ പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നമ്മുടെ ദൈവം നമ്മളെ മറക്കില്ല എന്ന് അവിടുന്ന് വാഗ്ദാനം തരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഏറ്റവും അധികം മറക്കുന്നത് ആരെയാണ്? അത് ദൈവത്തെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഇന്ന് പലർക്കും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ അടുത്ത് അറിയുമ്പോൾ അവരെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും ഈ സ്നേഹത്തിൻ്റെ ശൂന്യത അവരുടെ ജീവിതത്തെ വല്ലാതെ നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഓർക്കാം, എൻ്റെ ദൈവം ഗോഡ് ഓഫ് ക്ലോസ്നെസ്, അടുപ്പത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ ദൈവം അടുപ്പത്തിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും വിദ്യാലയങ്ങളുടെയൊക്കെ കവാടങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാചകമാണ്. നമുക്കൊക്കെ കണ്ട് സുപരിചിതമായൊരു വചനം, സുഭാഷിതങ്ങൾ 9:10. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. പലരും കരുതുന്ന ദൈവഭക്തിയുള്ള കുഞ്ഞിന് റാങ്ക് കിട്ടും, മാർക്ക് കിട്ടും, ഉയരങ്ങളിലെത്തും എന്നൊക്കെയാണ്. പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്ന വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനും അപ്പുറത്തുള്ള ഒരു ആഴമുള്ള അർത്ഥമുണ്ട്. കാരണം ഭക്തി എന്ന വാക്കൊരു സംസ്കൃത പദമാണ്. ആ വാക്കിൻ്റെ അർത്ഥം വ്യക്തിയോടുള്ള സ്നേഹം എന്നാണ്. അപ്പോൾ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ഭക്തി എന്നാൽ വ്യക്തിയോടുള്ള സ്നേഹം. അപ്പോൾ ദൈവഭക്തി എന്നാൽ ദൈവത്തോടുള്ള സ്നേഹം എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക. ശരിക്കും അങ്ങനെയല്ല. ദൈവം എന്ന വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ പേരാണ് ദൈവഭക്തി. അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ടാണ് എ വണ്ടർഫുൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സൺ ക്രൈസ്റ്റ് ഈസ് നോൺ ആസ് ക്രിസ്ത്യൻ ഡിവോഷൻ. ക്രിസ്തീയ ഭക്തി അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് ദൈവം ഈ ക്ലോസ്നെസ് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആ പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് മറക്കാനാവുമോ? വചനം ചോദിക്കുകയാണ്. ഒരിക്കലും ഒരു അമ്മയ്ക്ക് താൻ പാലൂട്ടുന്ന ഒരു കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല. ഒരിക്കലൊരു വിദേശ രാജ്യത്ത് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു നേഴ്സായ ഒരു അമ്മ പറഞ്ഞു, ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് വിദേശത്തേക്ക് അവർ വന്നു ജോലി ചെയ്യുകയാണ്. പക്ഷേ അവരുടെ ആശുപത്രിയിൽ കുഞ്ഞ് ജനിച്ച് അധികമാവുന്നതിന് മുമ്പ് മാതാപിതാക്കളെയും ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഒരു രാജ്യത്ത് വന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ആശുപത്രിയിൽ മറ്റമ്മമാർ കുഞ്ഞുങ്ങളെ പാലൂട്ടുമ്പോൾ അവർക്ക് സങ്കടം തോന്നും. മാത്രമല്ല, കുഞ്ഞ് പാല് കുടിക്കാതിരുന്നാൽ ഒരമ്മയ്ക്കുണ്ടാകാവുന്ന വേദന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് ഇങ്ങനെ കളഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, മറ്റ് അമ്മമാർ പാലൂട്ടുമ്പോൾ സങ്കടമാണ്. വചനം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പം മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം പറയണം, ആ അമ്മ ഒരുപക്ഷെ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പോൾ നമ്മുടെ ദൈവം, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്ക് ഓർക്കാം, ഇറ്റ്സ് എ ഗോഡ് ഓഫ് ക്ലോസ്നെസ്, അടുപ്പത്തിൻ്റെ ദൈവമാണ്. എന്നിട്ടും ഈ ഒരു അടുപ്പം എനിക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. വീണ്ടും കമ്പാഷൻ, ദൈവത്തിൻ്റെ കരുണ വളരെ വലുതാണ്. അവിടുത്തെ കരുണ വലുതാണ്. അതുകൊണ്ട് യെശയ്യാ 54:10, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയില്ല. അപ്പോൾ ഈ കമ്പാഷനേറ്റായ ഒരു ദൈവം, കരുണാമയനായൊരു ദൈവം. ഒരു സുഹൃത്തായ വൈദികൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്. പട്ടം സ്വീകരിച്ച്
വൈദികനാകാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് പഴയൊരു അധ്യാപികയെ കണ്ടുമുട്ടുമ്പോൾ ക്രൈസ്തവ വിശ്വാസിയൊന്നുമല്ലാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ഈ ടീച്ചർ തൻ്റെ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നൊരു ഉപദേശം ഇതാണ്: എന്തായാലും അച്ഛനാവാൻ പോവല്ലേ, അമ്മയാവാൻ മറക്കരുത്. അച്ഛനാവാൻ പോവല്ലേ, അമ്മയാവാൻ മറക്കരുത്. ഈ വാക്കുകൾ, ഇത് വെറും വാക്കല്ല, ഇത് ആഴിയാണ്, അഗ്നിയാണ്. എന്താ കാരണം? അച്ഛനാകണമെങ്കിൽ അമ്മയാവാതെ പറ്റില്ല. ഞാൻ ഓർക്കുന്ന ഒരു ഇടവക പള്ളിയിൽ ഈ കോവിഡിൻ്റെയൊക്കെ രൂക്ഷത ഒന്ന് ശാന്തമായ സമയത്ത് ഒരു വൈദികനെ കാണാൻ മറ്റൊരു പുരോഹിതൻ്റെ കൂടെ ചെന്നപ്പോൾ അച്ഛൻ കുമ്പസാരക്കൂട്ടിലാണ്. അപ്പോൾ ശുശ്രൂഷികൾ പോയി പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരച്ഛനും ഒരു ബ്രദറും വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വേർത്തൊഴുകി ഈ മനുഷ്യൻ കുമ്പസാരക്കൂട്ടെന്ന് ഈ വൈദികൻ ഓടി വരികയാണ്. അങ്ങനെ അദ്ദേഹം കുർബാനയ്ക്ക് കുറച്ച് നേരമേ ഉള്ളൂ, ദൈവജനത്തിന് കുമ്പസാരം വേണം. കോവിഡിൻ്റെ ആ ഒരു ഇതിങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്, ആൾക്കാർ ധാരാളം കുമ്പസാരിക്കാനുണ്ട്. അങ്ങനെ കൂടെയുള്ള വൈദികനുമായിട്ടൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ച് എന്നെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, അദ്ദേഹം ഒരു ക്യാൻസർ സർവൈവറാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തോട് പോരാടിക്കൊണ്ട് മരുന്നും ചികിത്സയും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു വൈദികനാണ്. എന്നിട്ടും ഈ മഹാമാരിയുടെ രൂക്ഷതയുടെ നടുവിൽ തൻ്റെ മക്കൾക്ക് കുമ്പസാരിക്കാൻ, അവർക്ക് ഒരാശ്വാസം പകരാൻ അദ്ദേഹം തൻ്റെ രോഗവുമൊക്കെ മറന്ന് കുമ്പസാരക്കൂട്ടിലിരിക്കുകയാണ്. ഒരമ്മയാകാതെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വൈദികനാവാൻ പറ്റുക? ഇതൊരു അമ്മയുടെ ഭാവമാണ്. തൻ്റെ സുഖവും തൻ്റെ സൗഖ്യവും മറന്നിട്ട് തന്നെ മുറിച്ചു കൊടുക്കുക. നമ്മുടെ ദൈവം കമ്പാഷനേറ്റ് ആണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയില്ല. വീണ്ടും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ അറിയാം. പാപ്പ പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ടെൻഡർനെസ്സാണ്. വളരെ ആർദ്രതയോടെ പൊതിഞ്ഞു പിടിക്കുന്ന, കരുതുന്ന ഒരു സ്നേഹം, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് വളരെ പ്രശസ്തമായ ഒരു ഗാനം ഒരു വിശുദ്ധ കുർബാനയുടെ ഇടയിൽ കേട്ടപ്പോൾ അത് വല്ലാതെ ഹൃദയത്തെ തൊട്ടു. ആ പാട്ടിൻ്റെ വരികൾ ഇതാണ്: എത്ര വളർന്നാലും ദൈവമേ ഞാൻ എന്ന് അങ്ങേക്ക് പൈതൽ. വളരെ സുപരിചിതമായ ഒരു ഗാനമാണ്. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്ക് പൈതൽ. എന്നിട്ട് പറയണം, കൂടെ നടക്കുന്നു പകലും കൂട്ടിനിരിക്കുന്നു ഇരുട്ടിൽ. അപ്പോൾ പകലും രാവും എന്നിൽ നിന്ന് വേറെ പിരിയാതെ എന്നെ നിരന്തരം അനുധാവനം ചെയ്യുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട് എന്നത് എത്രയോ വലിയ ആഴമായ ഒരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, നമ്മുടെ ദൈവം അടുപ്പത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, അത് നമ്മുടെ ഭക്തി എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരാണ്. അതൊരു ബന്ധത്തിൻ്റെ പേരാണ്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേര്. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഒരു ധാർമ്മികമായൊരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലാണ്. ആ വ്യക്തിയുടെ പേര് ക്രിസ്തു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ വ്യക്തിപരമായിട്ട് കാണാൻ, ഈ ദൈവത്തിൻ്റെ സ്നേഹം പെറ്റമ്മയേക്കാൾ വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങൾക്കും അതുപോലെ നമ്മുടെ പ്രതിസന്ധികൾക്കുമൊക്കെയുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് ആ ദൈവത്തെ കണ്ടെത്തലാണ്. അതുകൊണ്ട് 1 യോഹന്നാൻ 3:1 തിരുവചനം നമുക്ക് ഓർക്കാം. അവിടെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് മക്കളോട് കാണിക്കുന്നത്. നാം മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ ഒരു വലിയ സ്നേഹം, ഒരു പിതാവിനെടുത്ത സ്നേഹം നമ്മളെ വിളിക്കുന്നത് തൻ്റെ കരുണയിലേക്കാണ്. ആ കരുണയും ആ സ്നേഹവും നമുക്ക് തീർച്ചയായിട്ടും ക്രിസ്തുവിലൂടെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും, നമ്മുടെ എല്ലാ ഒറ്റപ്പെടലുകൾക്കും അപ്പുറം ഈ സ്നേഹത്തിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ തുറന്നു കൊടുക്കാം. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ മനോഹരമായ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദൈവമല്ലാത്തതെല്ലാം ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുന്നവനാണ് ദൈവത്തെ കിട്ടുക. ദൈവമല്ലാത്തതെല്ലാം ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ദൈവാനുഭവം കിട്ടുക.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗാനത്തിൻ്റെ വരികൾ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വളർന്നാലും കർത്താവ് പറയുകയാണ്, നീ എനിക്ക് ഒരു കുഞ്ഞാണ്. നിൻ്റെ കൂടെ പകലും നിൻ്റെ രാവുകളിൽ നിൻ്റെ രാത്രികളിൽ നിനക്ക് കാവലായിട്ട് അവിടുന്നുണ്ട്. ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ എല്ലാ സഹനങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തെ അതിജീവിക്കാൻ, സങ്കടങ്ങളെ നേരിടാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കുന്ന ഒന്നാണ്. വലിയ സഹനങ്ങളുടെയും വേദനകളുടെയൊക്കെ നടുവിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യർ, എന്നിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ അവരെന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യാശയുടെ മനുഷ്യരായിരിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. അതിനൊരു കാരണമുണ്ട്. കാരണം അവർ ഈ ഒരു ദ ഗോഡ് ഓഫ് ക്ലോസ്നെസ്, അടുപ്പത്തിൻ്റെ ദൈവം, അതുപോലെ ആ കമ്പാഷനായിട്ടായിട്ടുള്ള ദൈവം, അതുപോലെ ആ ടെൻഡർനെസ് കാണിക്കുന്ന ദൈവം, ആ ദൈവത്തോട് അവർ വളരെ ചേർന്നിരിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തിൻ്റെ സ്നേഹം നുകരുന്നത് കൊണ്ട്, മറ്റൊരു സ്നേഹത്തിനും ആവശ്യമില്ലാത്ത വിധം അവർ ആ കൃപയുടെ ഭാഗമായിട്ട് മാറുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ആ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് തുറന്നു കൊടുക്കാം. നമുക്ക് ഏറ്റവും വേദനകളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, ദൈവസ്നേഹ അനുഭവം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, നമുക്ക് എല്ലാറ്റിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാനും നേരിടാനും ഒക്കെ കഴിയും. അതുകൊണ്ട് നമുക്ക് ആ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ 43 അധ്യായത്തിൽ മനോഹരമായ ഒരു വചനം നമുക്ക് കാണാൻ പറ്റും. 4 വാക്യം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടെ ദൈവം പറയാം, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. ഇത് കേവലം ഒരു ആശയമായിട്ടല്ല, ഒരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോൾ അവിടെ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കാലം, ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ രോഗിയായി കഴിയുന്ന അച്ഛൻ്റെ പിതാവിൻ്റെ കൂടെ ചെലവഴിച്ച ഒരു ആശുപത്രി കാലത്താണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ അറിയുന്നത്. ആ കാലത്ത് ഈ ആശുപത്രിയിൽ ഓരോ ദിവസവും 2, 3, 4, 5 ഒക്കെ മരണം നടക്കുന്ന ഒരു ജനറൽ വാർഡിൽ ഒരു ബൈസ്റ്റാൻഡറായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ആ വാർഡിൽ ഇടയ്ക്കൊക്കെ ചില കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ നടക്കും. വലിയ യൂസ്ഡൊന്നുമല്ല ഇത്തരം പ്രാർത്ഥനകൾ. എങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ അവർ പാടിയൊരു മനോഹരമായ ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട. ആ പാട്ടിൻ്റെ വരികൾ ആ ഒരു ആശുപത്രിയിൽ ചെലവഴിച്ച ആ ഒരു ഏറ്റവും സങ്കടകരമായ ഒരു കാലത്ത് വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത്, ഒരു പിതാവിനടുത്ത സ്നേഹത്തോടെ ദൈവം നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനും അതുപോലെ തന്നെ നീ ബഹുമാന്യനുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആ ദൈവസ്നേഹം വളരെ ക്ലോസ്, നമ്മളോട് അടുക്കാൻ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ആർദ്രതയോടെ ചേർത്ത് പിടിക്കുന്ന ആ കൊച്ചു കുഞ്ഞമ്മയോട് പറഞ്ഞില്ലേ, ക്യാൻ യു ഹഗ് മീ? ആ മകളെ ചേർത്ത് പിടിക്കുന്നിടത്ത് അമ്മയിലെ മാതൃഭാവം ഉണരുന്നുണ്ട്. നമ്മുടെ ദൈവവും നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഭക്തി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. എ വണ്ടർഫുൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സൺ ജീസസ്. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയട്ടെ. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ സ്നേഹം നുകർന്നുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു കർത്താവിന് നന്ദി പറയാം, അവിടുന്ന് എത്രയോ നല്ലവനാണ്, ദൈവം എത്രയോ നല്ലവനാണ് എന്നുള്ള ബോധ്യം 107 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവിന് നന്ദി പറയാൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ദൈവം നല്ലവനാണ്. ആ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് അറിയുന്നതാണ്
യഥാർത്ഥത്തിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബലം. ആ ഒരു തിരിച്ചറിവാണ് ഓരോ വിശുദ്ധരെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളുടെയും നടുവിൽ അതിനെ അതിജീവിക്കാനും നേരിടാനുമൊക്കെ അവരെ ബലപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മുടെ ദൈവം നല്ലവനാണെന്നും തുടർന്ന് പറയുന്നു, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. അപ്പോൾ ദൈവം നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്. ആരംഭത്തിൽ നമ്മൾ കേട്ട വചനം പോലെ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും തൻ്റെ മക്കളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ സ്നേഹത്തിലേക്ക് വളരാൻ പരിശ്രമിക്കാം. ഈശോയുടെ വലിയ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹവും സൗഖ്യവും കൊണ്ടുവരട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ആ വലിയ സ്നേഹം പെറ്റമ്മ മറന്നാലും മറക്കാത്ത, മലകൾ അകന്നുപോയാലും അകന്നു പോകാത്ത, ഞങ്ങളെ ഒരു അമ്മയെപ്പോലെ ചേർത്ത് പിടിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനം സ്വീകരിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സ്നേഹം ആളിപ്പടരട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ഒരു അഗ്നി എൻ്റെ ഉള്ളിൽ കർത്താവെ അവിടുന്ന് കൊളുത്തണമേ. ദൈവമേ, അപ്പനും അമ്മയും കൈവിട്ടാലും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും ഭയപ്പെടേണ്ട, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ് എന്ന് പറയുന്ന അവിടുത്തെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ അവിടുന്ന് നിറയ്ക്കണമേ. ആ സ്നേഹം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റി മറിക്കാനിടയാക്കണമേ. ആമേൻ.